പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സൺഡേ രാവിലെ ചെയ്ത കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് ഈ സൺഡേ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അത് നമുക്ക് നോക്കാം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എക്സാക്ട്ലി ഒരു വർഷത്തിന് മേലെയായി നമ്മൾ തിയേറ്ററിൽ പോയിട്ടൊരു ഫിലിം കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ സാറ്റർഡേ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോയിരുന്നു. നല്ല മൂവിയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹാപ്പി മൂഡിലാണ് കേട്ടോ ഈ വീക്കെൻഡ് തുടങ്ങുന്നത്. അപ്പോൾ സാറ്റർഡേ ഈവനിങ് മൂവി നൈറ്റ് ആയതുകൊണ്ട് തന്നെ സൺഡേ എല്ലാം കുറച്ച് സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ കുഴപ്പമില്ല, ക്ലാസ് ഇല്ലാത്ത ദിവസമാണല്ലോ സൺഡേ. പൊതുവേ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എളുപ്പപ്പണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപ്പുമാവാണല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് ക്യാരറ്റോ ബീൻസോ ഒക്കെ ആഡ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സാറ്റർഡേ വീക്കെൻഡ് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ഇനി ചെയ്യുക തന്നെ വേണം. അപ്പോൾ എന്തായാലും വെറുതെ റവയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയൊരു ഉപ്പുമാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് നമ്മൾ എപ്പോഴും ഒരു പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പോൾ കടലക്കറിയോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു 2 ബുൾസൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഉണ്ടാക്കുകയാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ ഉപ്പുമാവ്. മിക്കവാറും എല്ലാവരും തന്നെ ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ റവ ഉണ്ടെങ്കിൽ ചെയ്യുന്നൊരു കാര്യമാണ് ഉപ്പുമാവ്. അപ്പോൾ ഇവിടെ അത് അത്ര ഫേവറേറ്റ് അല്ല കേട്ടോ. ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാലും പൊതുവേ അരി ഭക്ഷണമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഗോതമ്പ് ദോശ. പെട്ടെന്ന് തന്നെ നമുക്ക് കലക്കി ചുട്ടെടുക്കാമല്ലോ. പക്ഷെ അതും ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഉണ്ടാക്കിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റവ അപ്പം എന്ന് പറഞ്ഞിട്ട് വീണാസ് കറി വേൾഡിൽ കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതായത് ഒരു കപ്പ് റവ, പിന്നെ 1/2 കപ്പ് ഗോതമ്പ്, ഇതൊരു 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ചുടാൻ നേരത്ത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അപ്പം തന്നെ പരത്തി അപ്പം ഉണ്ടാക്കുക. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരുന്ന രീതിയിലാണ് പുള്ളിക്കാരി ചെയ്തത്. പക്ഷേ എനിക്ക് ഹോൾസ് ഒന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഹോൾസ് വരാണ്ടായപ്പോൾ തന്നെ ഞാൻ ചെയ്ത അത് ദോശ പോലെ ചുട്ടെടുത്തു. പക്ഷേ സാധാരണ ഗോതമ്പ് ദോശയിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ. കുറച്ച് ഹോൾസൊക്കെ വന്ന് നല്ല രസമായിട്ട് വന്നിരുന്നു അത്. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് ഉപ്പുമാവും പിന്നെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. പാല് തിളപ്പിച്ചപ്പോൾ കുറച്ച് പാൽപ്പാട കിട്ടിയതാട്ടോ, അതെടുത്ത് അപ്പം തന്നെ മുഖത്ത് പുരട്ടുകയാണ്. നല്ലൊരു മോയ്സ്ചറൈസർ അല്ലേ പാൽപ്പാട. അപ്പോൾ ഇനിയിപ്പോൾ ചായയുടെ പരിപാടിയാണ്. അപ്പോൾ മൂന്നാറിന്ന് കൊണ്ടുവന്ന ചായപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ സാധാരണ പൊടി പോലത്തെ ചായപ്പൊടിയല്ല, കുറച്ച് അത്യാവശ്യം ഗ്രെയിൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് അധികം നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മസാല ചായയുടെ കൂടി വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് തരിയും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ആ ചായക്ക് നല്ലൊരു മസാല ഫ്ലേവർ വരും. എന്നാൽ തനി മസാല ചായയും അല്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ പാത്രം കഴുകുന്ന കുറച്ച് പണിയുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പാത്രം കഴുകിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ ഈ കാണിച്ച പുതിയ സോപ്പിൻ്റെ സ്റ്റാൻഡ്, ഇത് നമ്മൾ മുന്നേത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എളുപ്പത്തിൽ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ആ സോപ്പ് ലിക്വിഡ് ആ സോപ്പ് നമ്മുടെ സ്ക്രബിലോട്ട് വരും. പിന്നെ എളുപ്പത്തിൽ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ വേഗം പാത്രം കഴുകിയെടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രബ്ബ് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. ആ സ്ക്രബിനൊരു പൊസിഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ പാത്രം കഴുകുന്ന ലിക്വിഡിൽ ആ സ്ക്രബ്ബ് ഇട്ട് വെക്കുന്നില്ലല്ലോ. പിന്നെ വേസ്റ്റ് ആവുന്നുമില്ല. ഡിഷ് വാഷ് ലിക്വിഡ് ഒട്ടും വേസ്റ്റ് ആവില്ല. ആവശ്യത്തിന് മാത്രം നമ്മളത് പ്രസ് ചെയ്ത് അതിലോട്ട് വരുള്ളൂ. അപ്പോൾ ഈ സംഭവം വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പാത്രങ്ങൾ വേഗത്തിലൊന്ന് സോപ്പ് തേച്ചിടാം കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡില്ലേ, പാത്രമൊക്കെ കഴുകി വെക്കുന്ന സ്റ്റാൻഡ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മളത് വീക്ക് ഡേയ്സിലൊന്നും ഇത് നന്നായി കഴുകിയെടുക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു വീക്കെൻഡിൽ നമ്മൾ ഇതങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പിന്നെ ആ വീക്ക് നമ്മളതിനെപ്പറ്റി നമ്മൾ ബോദർ ചെയ്യണ്ട. അപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1 പ്രാവശ്യം ചെയ്താലും മതി.
അത്ര വലിയ അഴുക്കൊന്നും അതിൽ വരില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ക്ലീനിങ് ഇച്ചിരി പണിയാണ് കേട്ടോ. നമ്മളതൊരു കമ്പി പോലെയല്ലേ വന്നേക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടോ സ്ക്രബ് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആവുന്നതായിട്ട് കാണാം. പാത്രം വെക്കുന്ന സ്റ്റാൻഡും കൂടി ഒന്ന് നന്നായി ക്ലീൻ ചെയ്തിടുകയാണ്. ഈ ഒരു കാര്യം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്നും കൂടി ഒന്ന് അത് നന്നായിട്ട് ചെയ്യും. കാരണം ആ വെള്ളം ഇറ്റിറ്റ് വീഴുന്നതുകൊണ്ട് അവിടെ എപ്പോഴും വൃത്തികേടാവും. അപ്പോൾ അത് കുറച്ചുകൂടി കെയർ ചെയ്ത് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ആ ഒരു സെക്ഷനും കൂടി ചെയ്യുകയാണ്. ഇനി വേഗത്തിൽ പാത്രങ്ങൾ കഴുകിയെടുക്കാം. ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഒരു മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബൈൻഡർ എന്നൊക്കെ വിളിക്കാവോ എന്ന് എനിക്കറിയില്ല, കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു ഫയലാണ്. ബൈൻഡർ ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ ഫീൽ ഗുഡ് മോം അബിയുടെ ചാനലിലാണ് കേട്ടോ. അന്ന് കാണുന്ന സമയത്ത് അയ്യോ ഇതൊക്കെ എങ്ങനെ ചെയ്യുക, ഇത്രയും ഡീപ്പായിട്ടുള്ള പ്ലാനിങ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് ഹോം മാനേജ്മെൻറ്റ് ബൈൻഡേഴ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചെയ്തു പോകുന്നവരുണ്ട്. പിന്നെയാണ് നമ്മളുടെ ഓൾ ഡ്രീംസിലെ ബിന്ദു ഒരു ഹോം മാനേജ്മെൻറ്റ് ബൈൻഡർ ചെയ്തത്. അത് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ലൊരു അടിപൊളി ബൈൻഡറായിട്ട് തോന്നി. അപ്പോൾ അത് നമ്മളുടെ ഇതിലോട്ട് കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും പ്ലാനിങ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഈ കൊച്ചു ബൈൻഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബുള്ളറ്റ് ജേർണലിങ്ങും ചെയ്യുമല്ലോ, അതും നമ്മുടെ നീം ലീഫ് എന്ന് പറയുന്ന ചാനലിലെ കുറേ കാര്യങ്ങൾ ഇപ്പം ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആണോ, ഒരുപാട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. കുറേയൊക്കെ ട്രൈ ചെയ്യും, പിന്നെയും കുറേ ഒന്നും ചെയ്യാതെയാവും. പക്ഷേ എനിക്ക് തോന്നുന്നു പയ്യെ പയ്യെ നമ്മളങ്ങനെ ചെയ്താണ് അത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വരുന്നത്. ഈ മാസത്തെ മന്ത്ലി ക്ലീനിങ്ങിൻ്റെ ഒരു പേജാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ റെഡ് മാർക്സ് കൊടുത്തേക്കുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇടയിൽ തിരക്കുകൾ വന്നപ്പോൾ കംപ്ലീറ്റ് ചെയ്യാത്ത കുറച്ച് ടാസ്കുകളുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് 3 ദിവസത്തിനാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഒറ്റ ദിവസം കൊണ്ട് നിന്ന് തന്നെയാണ് ചെയ്തത്. നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഉടനെ 1-2 വീഡിയോസിനുള്ളിൽ ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മിസ് ചെയ്യാതെ കാണണം. അടുത്തത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു പേജാണ്. അപ്പോൾ ഇതിൽ ഓരോ റൂമിനും ഡീറ്റെയിൽഡായിട്ട് ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ടൈം ലിമിറ്റ് കൊടുത്തിട്ടില്ല. എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഒരു ലിമിറ്റില്ല. അപ്പോൾ നമുക്കൊരു കമ്പൽഷൻ ഇല്ല, ഒരു നിർബന്ധവും ഇല്ല ഇത് ചെയ്യണമെന്നും. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഓടിപ്പോയി ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ടാസ്ക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിതൊരു ലിസ്റ്റായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ കബോർഡിൻ്റെ മുകൾ വശം പൊടി തട്ടാനുള്ള ആ ഒരു ടാസ്ക് കഴിഞ്ഞു. പിന്നെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യുക, പിന്നെ ആ റൂമിലുള്ള ബുക്സ് ഡീക്ലട്ടറിങ് ചെയ്യുക, പിന്നെ നമ്മൾ തുണികളൊക്കെ ഹാങ് ചെയ്യില്ല, ആ ഒരു സെക്ഷൻ ക്ലീൻ ചെയ്യുക. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി വരുന്നത് ആ റൂമിലെ വിൻഡോ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരു വലിയ ഡോഴ്സിൻ്റെയൊക്കെ റെയിലുണ്ട്, അതും ക്ലീൻ ചെയ്യുക. ഈ 2 ടാസ്ക് വളരെ എളുപ്പത്തിലൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടാസ്ക് ഇന്ന് ചെയ്യാം, ഇന്നങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത്.
ഇനി വരുന്നതാണ് മീൽ പ്ലാനിങ്ങിൻ്റെ പേജ്. അപ്പോൾ സാറ്റർഡേ ഇതുവരെ മീൽ പ്ലാനിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഇരുന്ന് അതൊന്ന് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത മീൽ പ്ലാനിങ്ങിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതേണ്ട ജോലി ഞാൻ ഇതുവരെ മീൽ പ്ലാനിങ്ങിൽ ചെയ്തിട്ടില്ല. ആലോചിച്ച് എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത് അത് എഴുതി വയ്ക്കും. ഓർമ്മയിൽ നിന്നുള്ള വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈഫ് സ്ട്രീംസ് ബൈ ഹെൽന എന്ന് പറഞ്ഞ ചാനലിൽ മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാസ്റ്റർ മെനു ലിസ്റ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡീറ്റെയിലായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓൾ ഡ്രീംസ് ബിന്ദു അതിലും നല്ല ഡീറ്റെയിലായിട്ട്. അപ്പോൾ ഇത് രണ്ടും കണ്ട് കുറച്ച് എൻ്റെ മിസ്റ്റേക്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ആഴ്ചയിലെ മീൽ പ്ലാനിങ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു ബുക്കിനകത്ത് ഫ്രിഡ്ജിനകത്ത് ഉള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ എഴുതി വെച്ചു. പിന്നെ ഈ ആഴ്ച നമുക്ക് താല്പര്യമുള്ള റെസിപ്പീസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതും ലഞ്ചിന് വേണ്ടതും സ്നാക്ക് ഡിന്നർ അങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്ന ഈ ആഴ്ച ചെയ്യാൻ പ്ലാനുള്ള കുറച്ച് റെസിപ്പീസ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ യൂഷ്വലി സാധാരണ നമ്മളുണ്ടാക്കുന്ന ദോശ ഇടിയപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, അപ്പം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ലഞ്ചിൻ്റെ ഐറ്റംസ് അതായിരിക്കുമല്ലോ ഈ വെജിറ്റബിൾസ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വരുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഈ വീക്കിൽ അതെങ്ങനെ എല്ലാം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ള രീതിയിൽ എഴുതി വെച്ചു മീൽ പ്ലാനിങ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിതൊന്ന് പ്ലാൻ ചെയ്താലും കുറേയൊക്കെ കാര്യങ്ങൾ അതേപോലെ തന്നെ നടക്കൊന്നുമില്ല കേട്ടോ. കുറേ കറികൾ ചിലപ്പോൾ ബാക്കിയാവും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ആ ദിവസത്തെ പ്ലാനിങ് നടക്കില്ല. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ആ ആഴ്ചയിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഡേയിൽ എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും, എത്ര ഉള്ളി വേണ്ടി വരും, ഇഞ്ചി വേണ്ടി വരും, ഇതെല്ലാം നമുക്ക് ഈ പ്ലാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളത് നേരത്തെ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഈ വീക്കിൽ ഞാൻ എന്തായാലും അപ്പം ചെയ്യുന്നുണ്ട്. അപ്പം, മുട്ടക്കറി, പിന്നെ എൻ്റെ കയ്യിൽ പാവയ്ക്ക ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും പാവയ്ക്കക്കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറേ നാളായി സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രൈ ടൈപ്പ് സ്നാക്സ് ഇല്ലേ, അപ്പോൾ ഇപ്രാവശ്യം പഴംപൊരി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് ഏത്തപ്പഴം എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ തന്നെ നമുക്ക് അറിഞ്ഞു വയ്ക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് പാസ്ത ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്തയില്ല, അപ്പോൾ അത് ഓർഡർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതോടുകൂടി ഏകദേശം എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നും അതുപോലെ ഈ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ സംഭവങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒത്തിരി നീറ്റായിട്ടൊന്നും അല്ല കേട്ടോ എഴുതിയിരിക്കുന്നത്, റഫായിട്ട് അങ്ങ് എഴുതി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ ആവശ്യം വരുന്ന ഗ്രോസറിയും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ മീൽ പ്ലാനിങ് എല്ലാം സെറ്റായി. ഇനിയത്തെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് അലക്കാനുള്ള തുണികൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് മാക്സിമം വീക്കെൻഡിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒരു ഫ്രഷായിട്ട് തന്നെ തുടങ്ങാമല്ലോ. ഒരുപാട് ഈ തുണികൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് വേഗം തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് കഴുകി ഉണക്കി മടക്കി വയ്ക്കാൻ നോക്കാറുണ്ട്. മണ്ടേയിലേക്ക് അപ്പമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പമാവ് അരച്ച് വയ്ക്കുക ചെയ്യുക. അപ്പോൾ ആദ്യമൊക്കെ മിക്സിയിൽ ഒരു നേരത്തിനുള്ള അപ്പമാവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രൈൻഡറുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് മടിയായിട്ട് ഗ്രൈൻഡർ യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ഗ്രൈൻഡറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കുറച്ച് അരി കുതിർത്തിയിട്ടു. ഇനിയത്തെ കാര്യം ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ സാറ്റർഡേ എനിക്ക് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ ഒട്ടും സമയം കിട്ടിയില്ല. ബെഡ്ഷീറ്റ്സ് സാറ്റർഡേ ആണ് കേട്ടോ ചേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ സാറ്റർഡേ നടക്കാത്തതുകൊണ്ട് എല്ലാ ബെഡ്ഷീറ്റ്സും ചേഞ്ച് ചെയ്ത് അതും അലക്കാനുണ്ട്. ഇത് കഴിഞ്ഞുള്ള പ്രിപ്പറേഷൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഈ അപ്പം മാവിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ സ്റ്റൗവിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും ഷോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ നോക്കണം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.